ചിക്കമംഗളൂരു മാണിക്യധാരയിലെ മലനിരകളിൽ നിന്നും 4 ദിവസമായി കേട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും ഒടുവിൽ വിങ്ങുന്ന ഹൃദയത്തോടെ കേരളം ആ വാർത്ത കേട്ടു. ശ്രീനന്ദ ഇനിയില്ല. 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ വിറങ്ങലിച്ചു കിടക്കുന്ന ആ 15 വയസ്സുകാരിയുടെ മൃതദേഹം ഒരു നാടിന്റെ ആകെ നോവായി മാറിയിരിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ജീവിതത്തിലെ വലിയൊരു ഘട്ടം പിന്നിട്ട ആവേശത്തിൽ കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം യാത്ര പുറപ്പെട്ട ശ്രീനന്ദയ്ക്ക് ആ യാത്ര അവസാന യാത്രയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ചിക്കമംഗളൂരിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്നത് 4 ദിവസത്തെ അതിശ്രമകരമായ തിരച്ചിലിനൊടുവിലാണ്. 1500 അടിയോളം താഴ്ചയുള്ള മനുഷ്യർക്ക് എത്തിപ്പെടാൻ അങ്ങേയറ്റം പ്രയാസകരമായ ഒരു കൊക്കയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശികളായ രമേശ്, രോഹിണി ദമ്പതികളുടെ മകളായ ശ്രീനന്ദ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ലഭിച്ച അവധിക്കാലം ആഘോഷിക്കാനാണ് 40 അംഗങ്ങളുള്ള ഒരു യാത്രാ സംഘത്തോടൊപ്പം ചിക്കമംഗളൂരിലേക്ക് എത്തിയത്. ചൊവ്വാഴ്ച വൈകുന്നേരം മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോഴാണ് കുട്ടിയെ പെട്ടെന്ന് കാണാതാവുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങിയ തിരച്ചിൽ രാത്രിയായിട്ടും ഫലം കണ്ടില്ല. കനത്ത മഞ്ഞും വെളിച്ചക്കുറവും ആദ്യഘട്ടത്തിൽ തന്നെ തിരച്ചിലിന് വലിയ തടസ്സമായി. തുടക്കത്തിൽ കുട്ടി എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയതാകാം എന്നതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ കുടുംബം പരിഭ്രാന്തിയിലായി. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സംശയം പോലും കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. കർണാടക പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാ സേന എന്നിവർക്ക് പുറമെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിന്റെ ഭാഗമായി. ചിക്കമംഗളൂരിലെ ചെങ്കുത്തായ മലനിരകളും ഏത് നിമിഷവും തെന്നി വീഴാൻ സാധ്യതയുള്ള പാറക്കെട്ടുകളും ദൗത്യ സംഘത്തെ വല്ലാതെ പരീക്ഷിച്ചു. ആദ്യ 3 ദിവസവും കൃത്യമായി പുരോഗതിയില്ലാതെ കടന്നുപോയി. ഇതിനിടെ ഡ്രോണുകൾ ഉപയോഗിച്ചും വനമേഖലയിൽ പരിശോധന നടത്തി. ഒടുവിൽ 4ാം ദിവസം അത്യാധുനിക സംവിധാനമായ തെർമൽ ഡ്രോണുകൾ രംഗത്തിറക്കാൻ അധികൃതർ തീരുമാനിച്ചു. താപനിലയിലെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആകാശ നിരീക്ഷണത്തിലാണ് 1500 അടി താഴ്ചയുള്ള മലയിടുക്കിൽ ഒരു ശരീരം കിടക്കുന്നതായി കണ്ടെത്തിയത്. മൃതദേഹം ശ്രീനന്ദയുടേത് തന്നെയാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെത്തിയെങ്കിലും അത് പുറത്തെടുക്കുക എന്നത് മരണത്തോടുള്ള മല്ലിടലായിരുന്നു. കുത്തനെ നിൽക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ 1500 അടി താഴ്ചയിലേക്ക് ഇറങ്ങുക എന്നത് പ്രായോഗികമായി അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ പ്രത്യേക പരിശീലനം ലഭിച്ച ദുരന്ത നിവാരണ സേനാംഗങ്ങൾ വടങ്ങളുടെയും മറ്റും സഹായത്തോടെ താഴ്ചയിലേക്ക് ഇറങ്ങി. കനത്ത കാറ്റും കാലാവസ്ഥാ വ്യതിയാനവും ഓരോ നിമിഷവും ദൗത്യത്തിന് വെല്ലുവിളിയായി മാറി. മൃതദേഹം മുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഓരോ ഘട്ടത്തിലും അതീവ ജാഗ്രതയോടെയാണ് സേനാംഗങ്ങൾ നീങ്ങിയത്. ഒടുവിൽ മൃതദേഹം സുരക്ഷിതമായി മുകളിൽ എത്തിച്ചപ്പോൾ അവിടെ തടിച്ചുകൂടിയവർക്കും ഉദ്യോഗസ്ഥർക്കും കണ്ണീരടക്കാനായില്ല. കഴിഞ്ഞ 4 ദിവസമായി മകൾ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ചിക്കമംഗളൂരിൽ തന്നെ തുടരുകയായിരുന്നു രമേശും രോഹിണിയും. ശ്രീനന്ദയെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ഓരോ നാട്ടുകാരനും. എന്നാൽ മൃതദേഹം കണ്ടെത്തിയ വാർത്ത എത്തിയതോടെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. പുതിയ ക്ലാസ്സിലേക്ക് പോകാനും വലിയ സ്വപ്നങ്ങൾ നെയ്യാനുമുള്ള പ്രായത്തിൽ അവൾക്ക് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത് നാടിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവധിക്കാലം ആഘോഷിക്കാൻ പോയി മരണവാർത്തയായി മടങ്ങേണ്ടി വന്ന ശ്രീനന്ദയുടെ വിധി നൊമ്പരമായി മാറുന്നു. മാണിക്യധാര വ്യൂ പോയിന്റിലെ സംരക്ഷണ ഭിത്തിയില്ലാത്ത ഭാഗത്തുകൂടി നടക്കുന്നതിനിടെ അബദ്ധത്തിൽ കാൽ വഴുതി വീണതാകുമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മഞ്ഞുകൂടിയ സമയത്ത് പാറക്കെട്ടുകളിലെ വഴുക്കൽ ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാം ദുരന്തത്തിന് കാരണമായത്. എന്നിരുന്നാലും മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. കർണാടക പോലീസും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ദുരന്തം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. പ്രത്യേകിച്ചും കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമൊപ്പം പോകുന്ന വിനോദയാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വ്യൂ പോയിന്റുകളിലെ സുരക്ഷാ വേലികളുടെ അഭാവവും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു. ശ്രീനന്ദയുടെ വിയോഗം ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർക്കും സഞ്ചാരികൾക്കും ഒരു പാഠമാകട്ടെ. പാലക്കാട് ജില്ലയിലെ ഈ ഗ്രാമത്തിന് ഇതൊരു കറുത്ത ദിവസമാണ്. സ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥിനി, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൾ, ശ്രീനന്ദയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടെയുള്ള ഓരോരുത്തരെയും കരയിപ്പിക്കുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നാണ് കരുതുന്നത്. ഒരവധിക്കാലം, ഒരു ചെറിയ യാത്ര, എത്ര പെട്ടെന്നാണ് ജീവിതം മാറിമറിയുന്നത്. ശ്രീനന്ദയുടെ വേർപാട് അവളുടെ കുടുംബത്തിന് നൽകിയ മുറിവ് ഒരിക്കലും ഉണങ്ങാത്തതാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരളം ആകെ പങ്കുചേരുന്നു.